ഡോക്ടർ VPP, ഇപ്പോൾ കെജ്രിവാൾ ജയിലിൽ നിന്ന് വരുന്നതിന് മുൻപ് വരെ BJP പറഞ്ഞ് വന്നിരുന്നതിനേക്കാൾ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മാറുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. എന്താണ് നിലവിലെ സ്ഥിതിയെക്കുറിച്ച് ഡോക്ടർ VPP കാണുന്നത്? 2024 ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ വലിയ മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് ആരംഭിച്ച് 5ാമത്തെ ഘട്ടം തിങ്കളാഴ്ച നടക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് കൂട്ടലുകൾ എല്ലാവർക്കും പിഴച്ചിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന BJPക്ക് വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്ന പ്രതീക്ഷയേക്കാൾ വലിയ കുതിപ്പ് അവർക്ക് നടത്താൻ വേണ്ടി കഴിയുന്നു. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, കാറ്റ് പുതിയ ദിശയിലേക്ക് വീശുന്നു എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് 4 ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള ലോക്സഭാ സീറ്റിന്റെ 70% പോളിംഗ് പൂർത്തിയായപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ള അനുഭവം. ഏതാണ്ട് 19 സംസ്ഥാനങ്ങളിലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ദക്ഷിണേന്ത്യ മുഴുവൻ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഒരു സീറ്റിൽ പോലും വോട്ടെടുപ്പിന് അവശേഷിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം ഒരു പൊതു കാലാവസ്ഥയിൽ രാജ്യത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറി വരുന്നു എന്നതിൻ്റെ സൂചകങ്ങൾ വളരെ പ്രകടമായി തുടങ്ങുകയാണ്. ഇപ്പൊ എക്സിറ്റ് പോളിന്റെ റിസൾട്ടൊന്നും നിലവിൽ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും അത് ശേഖരിച്ച പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ഏൽപ്പിച്ച ചില ഏജൻസികളെ ഏൽപ്പിക്കുകയാണല്ലോ ഈ ഇതുപോലുള്ള പോളിംഗ് സർവേകൾ നടത്താൻ. സ്വാഭാവികമായിട്ടും എത്തേണ്ടവരുടെ കൈകളിലേക്ക് അതിന്റെ റിപ്പോർട്ടുകൾ, ആരാണോ പണം മുടക്കി സർവേകൾ നടത്തുന്ന അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് സൂചനകൾ ലഭിച്ചു തുടങ്ങി. ആ സൂചനകൾ ലഭിച്ചു തുടങ്ങിയവർ അവരുടെ നിലപാടിലും പെരുമാറ്റത്തിലും എല്ലാം മാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. 2014 ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിറക്കി നരേന്ദ്രമോദിയെ ദേശീയ ഐക്കണാക്കി ഉയർത്തിക്കൊണ്ട് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള അന്നത്തെ സീനിയർ നേതാക്കളെ മുഴുവൻ ഒറ്റയടിക്ക് മൂലക്കാക്കിക്കൊണ്ട് നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ട് രാജ്യത്ത് വെച്ചിട്ടുള്ള മുദ്രാവാക്യം അക്ഷയ ദിൻ എന്നായിരുന്നു. 2014 തൊട്ട് 5 വർഷത്തെ അവരുടെ ഭരണം. അത് കഴിഞ്ഞ് 2019 പ്രത്യേകമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ. അവിടെ ഞാനാണ് രാജ്യത്തിന്റെ ചൗക്കീദാർ, കാവൽക്കാരൻ എന്ന പ്രതീതി ഉണ്ടാക്കി 2019 മുന്നേറ്റം. ഇത് കഴിഞ്ഞ് 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളിതാ ഇന്ത്യയെ മാറ്റി എഴുതാൻ പോകുന്നു. RSSന്റെ അജണ്ടക്കനുസരിച്ച് RSS സ്ഥാപിതമായ 100ാം വർഷത്തിൽ ഇന്ത്യ പുതിയൊരു ഇന്ത്യയായിട്ട്, അവർ ആഗ്രഹിക്കുന്ന ഇന്ത്യയായിട്ട് മാറും. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് 400 സീറ്റ്, ഇത്തവണ 400 സീറ്റ് എന്ന പ്രഖ്യാപനമാണ് തുടക്കം വെച്ചത്. അതിനാരാ ഉറപ്പ്? മോഡി കി ഗ്യാരണ്ടി എന്നാണ് ഉറപ്പുമായിട്ട് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രചരണ യോഗങ്ങളിലെ സംഭാഷണങ്ങൾ എങ്ങനെയാണ്? പ്രചരണ യോഗത്തിലെ സംഭാഷണം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ലാലെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ കാണാനോ ഇന്റർവ്യൂ അനുവദിക്കാനോ തയ്യാറാകാതിരുന്ന ശ്രീ നരേന്ദ്രമോദി ഇപ്പോ ചാടിപ്പോയി അങ്ങ് അഭിമുഖങ്ങൾ കൊടുക്കുകയാണ് എല്ലാ മാധ്യമങ്ങൾക്കും. ഇന്ത്യ ടുഡേയിൽ കഴിഞ്ഞ ദിവസം അഭിമുഖം വന്നു. 400 സീറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. NDA വീണ്ടും വരുമോ എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹം ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. ജയിക്കും തോൽക്കും എന്നൊക്കെയുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കും മോഡിയുടെ ശരീരഭാഷ, മോഡി നേരത്തെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ വലിയ വീറും വാശിയും, ഇതെല്ലാം ഇപ്പോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ മോഡിയിൽ തന്നെ പരാജിതനായ ഒരാളെ കാണുന്നു. അവരിത്തവണ തുടങ്ങിയത് എങ്ങനെ? ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെയാണല്ലോ മോഡി അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങിയത്. മോദിക്ക് ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, സബ്കെ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞു വന്നയാൾ ഇപ്പൊ പക്ഷെ ലാൽ എവിടെ എത്തി നിൽക്കുകയാ? BJPയുടെ മാനിഫെസ്റ്റോയെ കുറിച്ച് പ്രധാനമന്ത്രിയോ BJPയുടെ നേതാക്കളോ സംസാരിക്കുന്നില്ല. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരെന്തു ചെയ്യും, 3ാം വട്ടം വന്നാൽ എന്തു ചെയ്യും എന്ന വാഗ്ദാനങ്ങൾ 1ാം ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോ 4 ഘട്ടങ്ങളിൽ, അതിനുശേഷമുള്ള ഘട്ടങ്ങളിൽ ഒന്നും അവർ പ്രസംഗിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. അവരിപ്പോ എങ്ങോട്ടാ നോക്കുന്നത്?
ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? BJP അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നല്ല, തുടർച്ചയായി 3-ാം വട്ടം ഞങ്ങൾ വരും, അങ്ങനെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നല്ല ഇപ്പൊ പ്രധാനമന്ത്രിയും അമിത്ഷായും പറയുന്നത്. അവരുടെ ഈ കഴിഞ്ഞ 10-20 ദിവസക്കാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എങ്ങോട്ടാ? ഇതാ നോക്ക്, അവരാണ് വരാൻ പോകുന്നത്, ഇന്ത്യ സഖ്യമാണ് വരാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ ഹിന്ദുക്കളുടെ സ്വത്ത് കണ്ടെടുക്കും, അവർ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പിടിച്ചെടുക്കും, അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും, അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും. അപ്പൊ നോക്ക്, ഇങ്ങനെ ഒരു ഭാഷയിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും പ്രസംഗിക്കാൻ തുടങ്ങി എന്ന് വരുമ്പോ തന്നെ, എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യാനാണ് പോകുന്നത് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വളരെ സ്പഷ്ടമല്ലേ? നമ്മുടെ രാജ്യത്ത് 4 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ ഫലസൂചകങ്ങൾ അമിത്ഷായുടെയും മോഡിയുടെയും കയ്യിൽ എങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു, ഏത് വിധത്തിലായിരിക്കും ഇന്ത്യ ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രം. അതുകൊണ്ടാണ് തങ്ങൾ ഇനിയും കൂടി അധികാരത്തിൽ വന്നിട്ട് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ഇതാ നിങ്ങളെല്ലാം കൂടി തെരഞ്ഞെടുക്കാൻ പോകുന്ന ഇന്ത്യ സഖ്യം വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന തരത്തിലേക്കുള്ള അതിസങ്കുചിതമായ വർഗീയ പ്രസംഗങ്ങളിലേക്ക്, പ്രഭാഷണങ്ങളിലേക്ക് പ്രധാനമന്ത്രിയും അമിത്ഷായും BJP നേതാക്കളും എല്ലാം ഇറങ്ങി വരുന്ന സ്ഥിതി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ചിത്രം.